പ്രിയപ്പെട്ട ഷാലോം ടി വി പ്രേക്ഷകരെ, ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ്, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റ്, ദേശീയ ഉദ്ഘാടന കൗൺസിൽ അംഗം, മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, കർദിനാൾ, തിരുവനന്തപുരം അതിരൂപതയുടെ അധ്യക്ഷൻ എന്നീ ഉന്നതമായ നിലകളിൽ സേവനം ചെയ്യുന്ന അഭിമന്യ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയാണ്. അഭിമന്യ പിതാവേ, ശലോം പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള ഈ ഇൻ്റർവ്യൂവിലേക്ക് അങ്ങേ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, സഭാ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കൾ ക്രൈസ്തവർ മാത്രമല്ല, എല്ലാ ജാതി മതവിഭാഗക്കാരുമുണ്ട്. അതേസമയം തന്നെ ഏറ്റവും അടുത്ത് വിമർശിക്കപ്പെടുന്ന ഒരു മേഖലയുമാണ്. ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെപ്പറ്റി, അതിൻ്റെ ഭാവിയെപ്പറ്റി CBCIയുടെ ഒരു ഉൾക്കാഴ്ച അറിവ് ദർശനം എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? നമ്മുടെ ഒരു കാത്തലിക് എഡ്യൂക്കേഷണൽ പോളിസി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും, we are committed to impart quality education to all. എല്ലാവർക്കും മേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ ഭാരതത്തിലെ കത്തോലിക്ക സഭ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മൾ ഭാരതത്തിൻ്റെ പല കോണുകളിൽ, പ്രദേശങ്ങളിൽ, കുഗ്രാമങ്ങളിൽ സഭയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ എത്തുന്നുണ്ട്. രൂപതകൾ, സന്യാസ സമൂഹങ്ങൾ, അൽമായ പ്രേക്ഷിതരുടെ പ്രത്യേകമായ സമർപ്പണം, ഇതിലെല്ലാം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രദേശത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ എത്തിക്കുന്നത് വഴി നമ്മുടെ ഗ്രാമങ്ങളിലെ ജനതയുടെ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയാണ്. പല കാരണങ്ങളാൽ ഈ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. പ്രാഥമികമായ വിദ്യാഭ്യാസം നമ്മൾ നൽകി വന്നു. എന്നാൽ കാലഘട്ടത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ ഭാരതത്തിന് തുറന്നു കിട്ടിയപ്പോൾ വീണ്ടും ഈ മേഖലയിലേക്ക് സഭ പ്രവേശിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളും ഈ ഗ്രാമങ്ങളിൽ വീണ്ടും സ്വപ്നമായി നിൽക്കുകയാണ്. അതിനുള്ള അവസരം സഭ പോലെയുള്ള ഏജൻസികൾ മുൻപോട്ട് വന്ന് നൽകിയുണ്ടായി. വലിയ സാമ്പത്തികമായ ആവശ്യകതയും ഇൻവെസ്റ്റ്മെൻറ്റുമൊക്കെ വേണ്ടിവരുന്ന ഒരു മേഖലയാണല്ലോ ഇത്. അപ്പോൾ അവിടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ നാം അനുവർത്തിക്കേണ്ട ചില സമീപനങ്ങളെക്കുറിച്ചും സഭ പൊതുവായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാവപ്പെട്ടവരോട് പ്രത്യേക പരിഗണന കാണിക്കുവാൻ സഭ ശ്രദ്ധിക്കണം എന്ന് ഒരു പോളിസിയായി തന്നെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ തുറന്നു കൊടുത്തപ്പോൾ നമ്മൾ ഇനിയും പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കേണ്ടി വരുമ്പോൾ മെഡിക്കൽ, എൻജിനീയറിംഗ്, ടെക്നോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഗൽ എഡ്യൂക്കേഷൻ, ഇതെല്ലാം മുൻപോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളുടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഈ മേഖലയിൽ വർദ്ധിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ മികവുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കാനുള്ള പദ്ധതികൾ നാം ഗുണപരമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഒരു ധാർമ്മികമായ ഒരു നിലവാരം കൊടുക്കുവാൻ ക്ലാസ് മുറികളിലും ക്യാമ്പസിലും ഒരു ധാർമ്മികമായ മൂല്യത്തിൽ യുവതലമുറയെ ഉറപ്പിക്കാൻ കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് കഴിയണം. ബഹുസ്വരതയുടെ ഒരു നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് മറ്റ് മതങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ ബഹുമാനിക്കാനും അവരുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമീപനം നമുക്ക് ആവശ്യമുണ്ട്. ഒരു ധാർമ്മിക വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാം. ലോകത്തെ പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലും, ഈവൻ ഇന്ത്യയിൽ പോലും
ഈ സ്വവർഗ വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതിനകത്ത് ആരും രാഷ്ട്രവും മതമൊന്നും ഇടപെടാൻ പാടില്ല എന്നൊക്കെയുള്ള സമീപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? സഭയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? എന്തുകൊണ്ടാണ് സഭ അത്തരത്തിലൊരു ധാർമ്മിക നിലപാട് പറയുന്നതിൻ്റെ കാര്യകാരണങ്ങൾ ഒന്ന്? സഭയുടെ ഇക്കാര്യത്തിലുള്ള ധാർമ്മികമായ നിലപാടിന് കാരണം കുടുംബത്തെക്കുറിച്ചുള്ള, ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു ദൈവ പദ്ധതിയുടെ പശ്ചാത്തലത്തിലാണ്. വിവാഹം കഴിച്ച് ജീവിക്കേണ്ടുന്ന ആളുകൾ, വിവാഹിതരായിട്ടുള്ളവരുടെ കുടുംബങ്ങൾ, ഇത് സംബന്ധിച്ച് സഭയ്ക്ക് വളരെ പ്രത്യേകമായ പ്രബോധനമുണ്ട്. വിവാഹത്തിന് പുറത്ത് ലൈംഗികതയെക്കുറിച്ച് സഭ വളരെ വ്യക്തമായ രൂപരേഖ നൽകുന്നുണ്ട്. അത് അനുവദനീയമല്ല. അപ്പോൾ ലൈംഗികതയുടെ ഉദ്ദേശശുദ്ധിയും ഫലപ്രാപ്തിയുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്വവർഗ വിവാഹത്തെക്കുറിച്ച് സഭ ശക്തമായി പ്രതികരിക്കുന്നത്. ലൈംഗികത കുടുംബവുമായി ബന്ധപ്പെട്ട് മാത്രം, സ്ത്രീയും പുരുഷനും അടങ്ങുന്ന കുടുംബം, സ്ത്രീയും സ്ത്രീയും തമ്മിലല്ല, പുരുഷനും പുരുഷനും തമ്മിലല്ല, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കഴിയുന്ന കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കത്തോലിക്കാ സഭയുടെ ധാർമ്മികത പഠിപ്പിക്കുന്നത്. അതിന് വിപരീതമായി വരുന്നത് കൊണ്ടാണ് സഭ ഇതിനെ എതിർത്ത് പറയുന്നത്. മറ്റൊരു ചോദ്യം, പിതാവ് CBCIയുടെ പ്രസിഡൻ്റാണല്ലോ. തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരിക്കുമ്പോൾ സഭയുടെ ഭാവിയെ പറ്റിയുള്ള, ഭാരതസഭയുടെ ഭാവിയെ പറ്റിയുള്ള ദർശനം എന്താണ്? അഥവാ ഏതെല്ലാം മേഖലകളിലാണ് സഭയ്ക്കൊരു പുതിയ ദർശനം, ഒരു കാഴ്ചപ്പാട് കൊടുക്കണമെന്ന് മനസ്സിൽ കാണുന്നത്? നമ്മുടെ അടിസ്ഥാനപരമായൊരു വിശ്വാസത്തിൻ്റെ കുടുംബമാണ്. അവർ ബേസിക് സ്ട്രെങ്ത് ഈസ് ഓഫ് അവർ സ്പിരിച്വാലിറ്റി. നമ്മുടെ ആത്മീയതയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഈ ആത്മീയതയിൽ നിന്നാണ് നാം പുറത്തേക്ക് സഞ്ചരിക്കുന്നതും ഇടപെടുന്നതും ബന്ധപ്പെട്ട് നിൽക്കുന്നതും. കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം. അതായത് ദൈവപിതാവ് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നിറവേറ്റിയ രക്ഷിക്കുന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്നവരോടെല്ലാം സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. യുഗാന്ത്യത്തോളം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളിത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നാം ഇത് ചെയ്യുന്നത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലോകത്ത് ജീവിച്ച ഒരു ഇമ്മാനുവേൽ അനുഭവത്തിൻ്റെ പിൻബലത്തിൽ, യേശു ക്രിസ്തു എന്ന ദൈവം അയച്ച രക്ഷകൻ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചതിൻ്റെ പിൻബലത്തിൽ ലോകത്തോട് പറയാൻ. അതൊരു സുവിശേഷവൽക്കരണത്തിൻ്റെ. അപ്പോൾ ഇതേക്കുറിച്ച് വളരെ ശക്തമായ ബോധ്യം ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നത് എൻ്റെ സ്വകാര്യമായൊരു വിഷയം അല്ല. ഇതെൻ്റെ ആത്മാവിൻ്റെയും എൻ്റെ രക്ഷയുടെയും വിഷയം എന്നതുപോലെ തന്നെ ഇത് പങ്കുവയ്ക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഞാനിത് പങ്കുവയ്ക്കുന്നത് ഇന്ത്യ എന്ന ബഹുസ്വരതയുടെ ഒരു മണ്ണിലാണ്. അമ്പലത്തിൽ പോകുന്നവരും മോസ്കിൽ പോകുന്നവരും പ്രാർത്ഥിക്കാൻ മറ്റു സങ്കേതങ്ങളിൽ പോകുന്നവരും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും ദൈവവിശ്വാസം ആവശ്യമില്ലെന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും പ്രത്യയശാസ്ത്രപരമായി പറയുന്നവരുമായ ആളുകളുള്ള ഒരു സ്ഥലത്താണ്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് ഈ വിഷയം പറയാതിരിക്കാനാവുമോ? ആവില്ല. കാരണം എൻ്റെ നാഥൻ പറഞ്ഞിരിക്കുന്നു, നീ നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ പറയാതിരിക്കുക എന്നതോ ഈ വിഭാഗം ആളുകളെ കാണുമ്പോൾ മാറി നടക്കുക എന്നതോ അവരോട് എനിക്ക് ബന്ധമേ പാടില്ല എന്ന് പറയുന്നതോ അല്ല ശരി. അവരുമായും എനിക്ക് ഈ സുവിശേഷ കൽപ്പനയുടെ പശ്ചാത്തലത്തിൽ കൂടി ഒരു ബന്ധമുണ്ട്. സാധാരണ നമ്മൾ ആളുകളെ സ്വീകരിക്കുമ്പോൾ പൂച്ചെണ്ടൊക്കെ നൽകി സ്വീകരിക്കാറുണ്ട്. പിതാവിനെ സ്വീകരിക്കുമ്പോൾ പൂച്ചെണ്ടിന് പകരം ബൈബിൾ തന്ന് സ്വീകരിക്കപ്പെടേണ്ടത് താല്പര്യമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിന്നിലെ ചെതവികാരം എന്തായിരിക്കും? ഈ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു 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 അനിവാര്യത വന്നിട്ടുണ്ട്. സ്വീകരിക്കുക.
തീർച്ചയായിട്ടും കാര്യമൊന്നും ഇല്ലെങ്കിലും സ്വീകരിക്കുക. ഒരു ചടങ്ങ്. നേരത്തെയൊക്കെ പള്ളികളിൽ നമ്മളെ വെടിവെച്ച് സ്വീകരിക്കുമായിരുന്നു. അതെ അതെ അതെ, മെത്രാനെ വെടിവെച്ച് പ്രധാന വെടിവെച്ച് സ്വീകരിക്കുക എന്നുള്ളത്. കർദിനാളാണ് വെടിയുടെ എണ്ണം കൂടും. അതെ അതെ അതെ. അപ്പോൾ ഇതിലെന്ത് പ്രയോജനം? ഇത് ആർക്ക് സന്തോഷം? ചോദിക്കുന്നത് നല്ലതാണ്, സ്വീകരിക്കപ്പെടുന്ന ആളിന് താല്പര്യമുണ്ടോ ഈ വിഷയമെന്ന്. ഇത് ആവശ്യമില്ല എന്നല്ല, ഇതൊരു അനാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വർദ്ധിച്ച് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ പൂവിനൊക്കെ വലിയ വിലയാണ്. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഇത് കേൾക്കുന്നവർ ഇനി അതേക്കുറിച്ച് വിഷമിക്കരുത്, എങ്കിലും ഞാൻ പറയാം. ഈ പൂച്ചെണ്ട് നമ്മുടെ കയ്യിലേക്ക് തന്നു. വലിയ വിലയുള്ള പൂച്ചെണ്ട് ബൊക്കെയാണ്. ഇത് വാങ്ങിച്ചുകൊണ്ട് തന്നു. നമ്മളിത് കയ്യിൽ പിടിച്ചു, ആ ടീപ്പോയിൽ വെച്ചു. ഇത് പിന്നീട് ലോകം കാണുന്നില്ല. ഈ ഒരു മിനിറ്റ് നേരത്തേക്കുള്ള ഈ ഒരു കാര്യം ഒന്നിനും ഉപകരിക്കുന്നില്ലല്ലോ. ഇല്ല. വലിയ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇറ്റ്സ് എ വേസ്റ്റ് നൗ. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വേദപുസ്തകം തന്നാൽ ഇത് മറ്റാർക്കെങ്കിലും ഉപകരിക്കപ്പെടും. ഇങ്ങനെ ഈ സ്വീകരണങ്ങളിലൊക്കെ പോയപ്പോൾ 2000-ൽ പരം വേദപുസ്തകം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2000-ൽ പരം ആളുകൾക്ക് ഈ വേദപുസ്തകം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് പിതാവിൻ്റെ ഈ കാഴ്ചപ്പാട് സമൂഹം ഉൾക്കൊണ്ട് വരുന്നുണ്ട്. ഉണ്ട്. പിന്നീട് എങ്കിലും ചിലർക്ക് നിർബന്ധം ഈ കഴുത്തിൽ പൊന്നാടയിട്ട് ഇങ്ങനെ വലിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൊന്നാട എന്ന് പറഞ്ഞാൽ അതിൽ പൊന്നിൻ്റെ അംശവുമില്ല, ഒന്നുമില്ല. അത് വെറുതെ നൂലാണ്. അത് ആർക്കും ഒന്നിനും ഉപകരിക്കത്തുമില്ല. അത് പകരം നിർബന്ധമാണെങ്കിൽ ഒരു മുണ്ട് ഇങ്ങനെ വാങ്ങിച്ചു തരിക, അല്ലെങ്കിൽ ഒരു തോർത്ത് തരിക. അത് ഞാൻ നമ്മൾ സാധാരണ ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് കൊടുക്കും. അങ്ങനെ കുറേയേറെ മുണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഉപകരിക്കപ്പെടാൻ ആവാത്തതുപോലെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വേറൊരു പ്രവണതയാണ് മൃതദേഹത്തിന് ശോശപ്പയിടുക. മരിച്ച ആളിത് കൊണ്ടുപോകുന്നില്ല, അടക്കിയ ആളും ഇത് കൊണ്ടുപോകുന്നില്ല. അത് ചിലപ്പോഴൊക്കെ അപകടമാണ്. കാരണം ഇത് ചിലർ പറയുന്നു ഇതങ്ങോട്ട് എന്നാണ് ഈ മണ്ണുമായിട്ട് അലിഞ്ഞു പോകുകയില്ലെന്ന്. ഇതെന്തിനാ മരിച്ച ആളിലുള്ള ബഹുമാനം? ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചിലരുടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പൂവ് വേണ്ട, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ആ തുക ഇന്ന സ്ഥലത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്, അങ്ങോട്ട് നിക്ഷേപിച്ചേക്കുക. അതൊന്നിനും സാഹചര്യമില്ലെങ്കിൽ വേണ്ട. ഇദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹത്തിൽ കൊണ്ടുവയ്ക്കുന്ന ഈ 500 രൂപയുടെ റീത്തിന് പകരം നമുക്ക് ആരും പരിചയമില്ല എങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് ഇതിൻ്റെ നന്മ ചെയ്താൽ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകാതിരിക്കില്ലല്ലോ. അപ്പോൾ അനാവശ്യമായ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പിതാവിൻ്റെ പൗരോഹിത്യ ജൂബിലി പ്രമാണിച്ച് കുറേയധികം ഭവനങ്ങൾ പണിത് കൊടുക്കുന്നതായിട്ട് കേൾക്കാനിട വന്നു. അതിൻ്റെ അകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ക്രൈസ്തവർക്ക് മാത്രമല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതിൽ തന്നെ ആദ്യത്തെ വീടുകൾ അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവർക്കല്ല, മറ്റ് മതവിഭാഗക്കാർ. ഏറ്റവും ശ്ലാഘനീയമായ ഒരു സന്ദേശമായിട്ടത് തോന്നി. ആ പദ്ധതിയെപ്പറ്റി അല്പം കൂടി ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട ഒരു പൊതു ആഘോഷത്തിന് സാധ്യതയില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി. എൻ്റെ ആവശ്യമില്ല. അതേസമയം എൻ്റെ പൗരോഹിത്യ ജൂബിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് ഈ വീട് പദ്ധതി വന്നത്. 25 വീട് എന്ന് ആഗ്രഹിച്ചു. എന്നാൽ അത് 2000-ൽ പരം വീടുകളായി വളരേണ്ട ഒരു സാഹചര്യം വന്നു. തിരുവനന്തപുരം അതിരൂപതയിലെ ഭവനങ്ങളുടെ കണക്കെടുത്തപ്പോൾ 815ഓളം കുടുംബങ്ങൾക്ക് വീട് ഇല്ലാത്തവരുണ്ടെന്നും 1200ഓളം കുടുംബങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള സൗകര്യമേ ഉള്ളൂ എന്നും ഒക്കെ സർവേയിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇവർക്ക് 5 വർഷം കൊണ്ട് ഒരു ഭവനം നിർമ്മിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു സഹായം എത്തിക്കാൻ, വീടില്ലാത്തവർക്ക് 1 ലക്ഷം രൂപ എത്തിച്ച് കൊടുക്കുവാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു, പ്രാർത്ഥിച്ചു. അനേകർ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട അതിരൂപതയിലെ വൈദികർ ശക്തമായി ഇക്കാര്യത്തിൽ നിന്നു. ഈ പ്രാവശ്യത്തെ ഞങ്ങൾ അതിരൂപതയിലെ ക്രിസ്മസ് കരോള് ഒരു പ്രത്യേക സന്ദേശം നൽകി. അതായത് അതിരൂപതയിലെ എല്ലാ ഇടവകളിലെയും കരോൾ സർവീസ് ഈ പ്രാവശ്യം
ഇക്കാര്യത്തിന് വേണ്ടിയായിരുന്നു. കരോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 62 പുതിയ വീടുകൂടെ പണിയാനുള്ള ഒരു സാഹചര്യമായി. നമ്മൾ കരോളിൻ്റെ പണമൊക്കെ എന്തിനു ഉപകരിക്കാൻ സാധിക്കും എന്ന് ഒരു സന്ദേശം എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിച്ചു. ആദ്യത്തെ 50 വീട് ഹിന്ദു മുസ്ലിം കുടുംബങ്ങളിലെ ഈ കാര്യത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൊടുത്തു തുടങ്ങാം, നമുക്ക് കുറവുണ്ടാവുകയില്ല. അല്പം സംശയമൊക്കെ പ്രകടിപ്പിച്ചവരും ഉണ്ട്. കാരണം നമ്മുടെ ആളുകൾക്ക് കൊടുത്തിട്ട് പോരായോ എന്ന് ചോദിച്ചവരുമുണ്ട്. അവരുടെ ആഗ്രഹം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു നമുക്ക് മറിച്ചൊന്ന് നോക്കാം, അതിൻ്റെ പ്രയോജനം ഉണ്ടാകാതിരിക്കില്ല. വളരെ സത്യമായി പറഞ്ഞാൽ ഈ 50 കുടുംബങ്ങൾക്ക് പങ്കുവെച്ച് അത് പൂർണ്ണമായി തീർന്നിട്ടില്ല എങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ 50 കുടുംബങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിൽ തന്നെ കർത്താവ് ഈ പദ്ധതിയെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് എനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ വഴിയായി നമ്മളുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്ന് നമ്മൾ കരുതിക്കൊണ്ട് പോരുന്ന ആളുകൾക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ വസന്തകാലം എന്ന് ഞാൻ കരുതുന്നു. പൗരോഹിത്യത്തിൻ്റെ നന്മയിൽ അവരും പങ്കാളികളാകുമെന്ന് കരുതുന്നു. ഇതേക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അനേകർ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതെല്ലാം എൻ്റെ ശുശ്രൂഷയിലെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അടുത്തത് വ്യക്തിപരമായിട്ട് ഒരു ചോദ്യമാണ്. പിതാവിൻ്റെ ഈ ശുശ്രൂഷകളെല്ലാം കൂടി ചെയ്യുമ്പോൾ, ഈ ഭാരങ്ങളെല്ലാം കൂടി വഹിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അനുഭവപ്പെടുന്ന സംഘർഷങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ വിഷമങ്ങൾ, ഇതൊന്നും ഒരുപക്ഷെ ആളുകൾ കാണുന്നില്ല, ആരും ഇത് മനസ്സിലാക്കുന്നില്ല. അതിനെപ്പറ്റി ഉള്ള തുറന്ന ഒരു ഷെയറിങ് നടത്താമോ? ഉള്ളു തുറന്ന് പറയണമെന്ന് അച്ഛൻ പറഞ്ഞപ്പം തുറക്കാതിരിക്കാൻ പറ്റില്ല. ഈ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വൈദികനായതിനെക്കുറിച്ച് ഒരു നിരാശ എന്നെ അലട്ടിയിട്ടില്ല. വൈദികനായതിൽ വളരെ സന്തോഷം. ജീവിതത്തിൻ്റെ ഓരോ നിയോഗവും വാസ്തവത്തിൽ സ്വപ്നത്തിൽ പോലും അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളല്ല ദൈവം ഓരോ സമയത്ത് നൽകിയിട്ടുള്ളത് എന്നത് സത്യമാണ്. പക്ഷേ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ദൈവം എനിക്ക് നൽകിയ ഒരു സംരക്ഷണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ അസൗകര്യങ്ങളോ എൻ്റെ പരിമിതികളോ അല്ലെ എന്നെ അലട്ടിയ വിഷയങ്ങൾക്കോ അപ്പുറത്ത് എനിക്ക് പൂർണ്ണമായൊരു ബോധ്യമുണ്ട്. ദ ലോർഡ് ഹാസ് ബീൻ ഓൾവേസ് സ്ട്രെങ്തനിങ് മീ. എൻ്റെ ദൈവം എൻ്റെ കൂടെ നിന്ന് എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ എല്ലാ ജീവിത ഘട്ടത്തിലും. ഇത് നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്, ഒരു വലിയ സംതൃപ്തിയുണ്ട്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒട്ടനേകം കാര്യങ്ങളിൽ യേസ് എന്നും നോ എന്നും പറയാനായിട്ടൊക്കെ ഉത്തരവാദിത്തമുള്ള ശുശ്രൂഷകളാണ് സഭ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് പറയുന്നതിൽ ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അത് പലപ്പോഴും വളരെ ക്ലേശമുള്ള ഉത്തരമാണ്. പക്ഷേ മറിച്ച് പറയുമ്പോൾ ഞാൻ വളരെ അസ്വസ്ഥനാണ്. ഞാൻ യേസ് പറയേണ്ടത് നോ പറയുകയും നോ പറയേണ്ടിടത്ത് യേസ് പറയുകയും ചെയ്യുമ്പോൾ അസ്വസ്ഥമാകും മനസ്സ് എന്നുള്ളത് അനേകം അനുഭവമുള്ള ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് അല്പം പരുക്കനായി പോയി എങ്കിലും യേസിൻ്റെ സ്ഥാനത്ത് യേസ് എന്നും നോയുടെ സ്ഥാനത്ത് നോ എന്നും പറയുവാൻ എൻ്റെ ദൈവമേ എനിക്ക് ബുദ്ധിയും ജ്ഞാനവും തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഒപ്പം എനിക്ക് ദൈവം സ്നേഹം നൽകുന്നു എന്ന് ഞാൻ കാണുന്നത് എൻ്റെ ദൈനംദിന ജീവിതത്തിലാണ്. എനിക്ക് എത്രയോ ആളുകളോട് ബന്ധം ദൈവം നൽകുന്നു. പുതുതായി കണ്ടുമുട്ടുന്ന ആളുകളുടെ എത്രയോ പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകായിരം ഈ കൺവെൻഷനുകളിലൊക്കെ പോയി സംബന്ധിക്കുമ്പോൾ ഞാൻ അവരോട് പച്ചയായിട്ട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും. അപ്പം അത് ഉറപ്പായിട്ട് കിട്ടുമല്ലോ, മറ്റേ മറന്നുപോയെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് 10,000 ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത്രയും പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉള്ളപ്പോൾ ദൈവം എനിക്ക് അതിനേക്കാൾ കൂടുതൽ ആളുകളുടെ പ്രാർത്ഥനയും സ്നേഹവും ബലവും എനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ ശാലോമിൽ ഇപ്പോൾ ഈ സംസാരത്തിന് ശേഷം ഞാൻ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് പുതിയ ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്ന വലിയ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു കാവൽ കരുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അമ്മയുടെ പ്രത്യേക സംരക്ഷണം എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് എന്നെ വളരെയേറെ ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് എനിക്ക് പരിമിതിയാണുള്ളത്.
എന്നാൽ സഭയുടെ ഒരു ശുശ്രൂഷ എന്ന നിലയ്ക്ക് ഈ ശുശ്രൂഷ കർത്താവിൻ്റെ സഭയ്ക്ക് ആവശ്യമാണെന്ന് സഭയുടെ അതിനാഥനും പരിശുദ്ധ അമ്മയ്ക്കും ഒക്കെ ബോധ്യമുള്ളതുകൊണ്ട് അവർ എന്നെ ബലപ്പെടുത്തുന്നു എന്നതാണ് എൻ്റെ ഒരു ആത്മബലം. മറ്റൊരു ചോദ്യം ഒരു ആഗോള വിഷയമാണ്. പുതിയ മാർപ്പാപ്പ വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും ജീവിതശൈലിയും ഒക്കെ സഭയെ മാത്രമല്ല ലോകത്തെ തന്നെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ കഴിഞ്ഞ അധികാരമേറ്റ മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തെപ്പറ്റി എന്താണ് ഒരു ഉൾക്കാഴ്ച തരാനുള്ളത്? എൻ്റെ പൂർണ്ണമായൊരു ബോധ്യം ഞാൻ പറയാം. ദൈവം കൽപ്പിച്ച് തീരുമാനിച്ച് നമുക്ക് ലോകത്തിന് നൽകിയ അവിടുത്തെ ഒരു വലിയ ദാസനാണ്. ടൈമിലെ ഇൻ്റർവെൻഷൻ, ദ റൈറ്റ് ടൈം, ദ റൈറ്റ് പേഴ്സൺ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരുമേനി വിശുദ്ധനായ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടിയപ്പോൾ വലിയ സഭയുടെ തിരുസഭയുടെ ശുശ്രൂഷയ്ക്ക് എൻ്റെ അനാരോഗ്യം തടസ്സമാകരുത് എന്ന് ബോധ്യപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തപ്പോൾ ദൈവം തൻ്റെ കരുണയിലും സ്നേഹത്തിലും ഔദാര്യത്തിലും സഭയ്ക്ക് ലോകത്തിന് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ പിതാവിലൂടെ തിരുസഭയെക്കുറിച്ച് ലോകത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ദർശനങ്ങൾ, അനുഭവങ്ങൾ, അതായത് മാറാ രോഗികൾ, പ്രത്യേകിച്ച് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നമ്മൾ കണ്ട ഒരു രംഗമുണ്ടല്ലോ, അതായത് രണ്ടാമതൊന്നുകൂടി നോക്കുവാൻ അറയ്ക്കുന്ന മുഖഭാവമുള്ള ഒരു മനുഷ്യനെ ഈ പരിശുദ്ധ പിതാവ് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിന്ന് തൻ്റെ മുഖം ആ മനുഷ്യൻ്റെ ശിരസിൽ ആഴ്ത്തി ചുംബിച്ച് കണ്ണുകൾ അടച്ച് നിൽക്കുന്ന ഒരു ചിത്രം. പിതാവ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതല്ല, ലോകത്തിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്തതല്ല. പരിശുദ്ധ പിതാവ് കാട്ടിയ ആ വലിയ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം, ആ ഒരു ചിത്രം ഞാൻ അതിൽ കാണുന്നത് കീറി മുറിക്കപ്പെട്ട അസ്വസ്ഥമായ ഉപേക്ഷിക്കപ്പെട്ട മനസ്സുകളെക്കുറിച്ച് സ്വർഗത്തിനുള്ള പദ്ധതി വെളിപ്പെടുത്തിയ നിമിഷമാണ്. യു ആർ ഡിയർ ടു മീ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് സ്വർഗം ഭൂമിയിലെ ഈ പ്രകാരം ആവണിക്കപ്പെട്ട മനസ്സുകളോട് പറയുന്നതിൻ്റെ അടയാളമാണ്. എനിക്ക് ചുരുക്കമായി പിതാവിനെക്കുറിച്ച് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയ സമ്മാനമാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പിതാവ് ശലോമിൻ്റെ രക്ഷാധികാരിയാണല്ലോ. ശലോവുമായിട്ട് കുറേ വർഷങ്ങളുടെ ബന്ധമുണ്ട്, പലപ്പോഴും വരാറുണ്ട്, ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ശലോമിനെ പറ്റി വായനക്കാർക്ക്, അല്ലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് പറയാനുണ്ട് ശലോമിനെ പറ്റി? ശലോമിൻ്റെ ശുശ്രൂഷ എന്താണ് എന്ന് ശലോമിൻ്റെ ആ ചിത്രമാണ് സൂചിപ്പിക്കുക. ശലോം എന്താണ് ചെയ്യുക? വാട്ട് ഈസ് ദ വർക്ക് ഓഫ് ശലോം? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപമാണല്ലോ. പ്രാവ് ഒലിവില ഏന്തി പറന്നു നിൽക്കുന്നു. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഈ പ്രാവ് ഈ ഒലിവിൻ ശാഖയുമേന്തി അതിന് ഇഷ്ടമുള്ളിടത്തേക്കോ അതിനെ അയക്കുന്നിടത്തേക്കോ അത് പോകുന്നു. ശലോം ദൈവാത്മാവിന് ഇപ്പോൾ ശലോമിൻ്റെ പ്രവർത്തനം, ശുശ്രൂഷ ആർക്കാണ് ആവശ്യം എന്ന് പരിശുദ്ധാത്മാവിന് ബോധ്യപ്പെടുന്നത് അനുസരിച്ച് അവിടേക്ക് അതിൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു, സമർപ്പണത്തെ കൊണ്ടുപോകുന്നു. ശലോമിനെക്കുറിച്ച് എനിക്കുള്ള വലിയ സംതൃപ്തി, ഇത് ഒരു ഓഫീസ് വർക്കല്ല, ഒരു മെഷീൻ വർക്കല്ല, കുറച്ച് ആളുകളുടെ എഫിഷ്യൻസിയിൽ രൂപപ്പെടുന്ന ശുശ്രൂഷയല്ല. പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെട്ട കുറച്ച് ആളുകളുടെ ആത്മസമർപ്പണത്തിലൂടെ സ്വർഗം സന്തോഷിച്ചിരിക്കുന്ന ഒരു പദ്ധതിയുടെ വ്യാപരണമാണ്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഞാൻ കാണുക.
ശലോമോൻ്റെ ഓരോ ശുശ്രൂഷയും അത്ഭുതമാണ്. ശലോമോൻ്റെ ഇടപെടൽ അത്ഭുതമാണ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെയാണ് സാധിക്കുക? എല്ലാവരും ചോദിക്കുന്നതാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല എന്ന വചനം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. ഇത് മനുഷ്യൻ്റെ ബുദ്ധിയല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ശലോമിൻ്റെ ശുശ്രൂഷയിൽ രക്ഷാധികാരിയായി ഇരിക്കുമ്പോൾ വലിയ സന്തോഷം, വലിയ സംതൃപ്തി. കാരണം ദൈവത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യരെ ഒരുമിച്ച് നിർത്താൻ ഉള്ള ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള അടുപ്പവുമുള്ള ഏറെ സമർത്ഥരായിട്ടുള്ള, ഏറെ സമർപ്പണമുള്ള അനേകം യുവതീ-യുവാക്കൾ ഈ ശലോമിൻ്റെ ശുശ്രൂഷയെ കർത്താവ് ഇഷ്ടപ്പെടുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതിൽ അനൽപമായ സന്തോഷമുണ്ട്. ഇനി ഇതേക്കുറിച്ച് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശലോം പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിനും മനസ്സ് തുറന്ന എല്ലാ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിതാവിന് ശലോമിൻ്റെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. പിതാവ് തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് എല്ലാ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യത്തോടുള്ള സന്ദേശങ്ങളാണ്, മറുപടികളാണ് നമുക്ക് തന്നത്. പിതാവിൻ്റെ പ്രാർത്ഥന ശലോമിനും എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ശലോമിൻ്റെയും എല്ലാ പ്രേക്ഷകരുടെയും പ്രാർത്ഥന പിതാവിന് നേരുന്നു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കാൻ വേണ്ട ആരോഗ്യവും ദീർഘായുസ്സും ദൈവത്തിൻ്റെ കൃപയും മാതാവിൻ്റെ മധ്യസ്ഥതയെല്ലാം പിതാവിനോട് ഉണ്ടായിരിക്കട്ടെ എന്ന് എല്ലാവരുടെയും നാമത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.